ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന 2-3 ചേരുവകൾ വെച്ചിട്ട് വൈകുന്നേര ചായക്കപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടിയും ചെറുപഴവും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 3 ചെറുപഴം ഞാനിപ്പോൾ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്ത റോബസ്റ്റാ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പിയിലേക്ക് വേണ്ടി റോബസ്റ്റാ പഴം എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് എന്ത് വെച്ചിട്ടാണ് ഉടച്ചെടുക്കാൻ കൂടുതൽ എളുപ്പമെന്നെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പഴം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും പിന്നെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും സ്നാക്കിലേക്ക് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കരിഞ്ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ കരിഞ്ജീരകവും ചെറിയ ജീരകവും ഒന്നും കയ്യില്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ അളവും പിന്നെ പൊടിയുടെ അളവും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 പഴത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി തികച്ചും മതിയാവും. പിന്നെ കൂടുതൽ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് സ്നാക്ക് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടിയുടെ അളവും കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ നല്ല പോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിനും വേണ്ടിയിട്ട് 3 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളം വെച്ചിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അല്പം ചൂടോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ പൊടിയിലേക്ക് നമ്മൾ ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മുഴുവനായിട്ടും ഒരേ സമയം തന്നെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഒരല്പം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമായിരുന്നു ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് കറക്റ്റ് അളവ് പറയാം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഈ സ്നാക്കിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അധികം ലൂസിലും അല്ല എന്നാലും അധികം ടൈറ്റിലും അല്ലാത്തൊരു കൂട്ടാണ് നമ്മൾ ആക്കി എടുക്കേണ്ടതും. പിന്നെ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. അപ്പോൾ അത് അധികം ലൂസിലും അല്ലാതെ അധികം ടൈറ്റിലും അല്ലാത്ത അങ്ങനത്തെ ഒരു മാവ് ആക്കിയിട്ട് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കൈക്കൊണ്ട് തന്നെ അല്പാൽപ്പമായിട്ട് മാവ് നുള്ളി എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സ്നാക്ക് ഓരോന്നായിട്ടല്ല കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ചട്ടിയിലേക്ക് എത്രത്തോളം മാവ് നുള്ളിയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ മാവ് ഒരേ സമയം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ സ്നാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സ്നാക്ക് നന്നായിട്ട് പൊങ്ങി കളറൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇനി ഈ ഒരു ഭാഗവും ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്നാക്ക് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓയിലിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് പെട്ടെന്ന് തന്നെ കുക്കായി ഫ്രൈ ആയിട്ട് കിട്ടുന്ന സ്നാക്ക് ആയതുകൊണ്ട് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്ക് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും ചെറുപഴവും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്കുമാണ്. പിന്നെ ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി വെച്ചിട്ടും ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.